സ്ട്രെസ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളാണെങ്കിലും ശരി വലിയ ആൾക്കാരാണെങ്കിലും ശരി എളുപ്പം പറയുന്ന വാക്കാണ് സ്ട്രെസ്, എന്തിനും ഏതിനും. അപ്പം അതിൽ കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അതിൽ വിഡ്രോവൽ സ്ട്രെസ് പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം എന്തെങ്കിലും ഇപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഓഫീസ് വർക്കിൽ എന്തെങ്കിലും ബോസിൻ്റെ അടുത്തുനിന്ന് കുറേ വഴക്ക് കേട്ടിട്ട് പുറത്ത് വരുമ്പോൾ വേഗം ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഹ്യൂമർ അടിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒത്തൊന്ന് പുറത്ത് പോയാൽ ചില്ലായ അവരുടെ കാര്യം കഴിഞ്ഞു. അതാണ് വിഡ്രോവൽ മോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഓവർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത് അതങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കാൻ നോക്കും. അതാണ് ഓവർ റിയാക്റ്റീവ് മോഡിലെ പ്രത്യേകത. നമ്മളൊരു ദേഷ്യമായിട്ട് വന്നെങ്കിൽ അതിപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് വേണ്ട, മറ്റുള്ളവർക്ക് അത് ഫ്രണ്ട്സ് എന്തെങ്കിലും സന്തോഷ വാർത്ത പറയാനായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും ദുഃഖത്തിലായിരിക്കും അവരുടെ അടുത്തേക്ക് ആ ദേഷ്യം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വീട്ടിലാണെങ്കിലും ശരി ഓഫീസിലോ ഫ്രണ്ട്സിലോ ആരുടെ അടുത്താണോ ഷൗട്ട് ചെയ്ത് തീർക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളജൈസിങ് മോഡ്. അപ്പോളജൈസിങ്ങിൽ പറയണത് എല്ലാത്തിനും ഞാനാ കാരണം എന്നും പറഞ്ഞ് സ്വയം മാപ്പ് ചോദിച്ച് ആ സ്ട്രെസ് അങ്ങ് തീർക്കുക. അവർക്കും ആ ഒരു സിറ്റുവേഷനും ഒരു ബന്ധവും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ അതിന് കാരണം എന്നുള്ള ചിന്തയിൽ അവർ ആ ഒരു സ്ട്രെസ് വലിച്ചു കയറ്റി വെക്കുന്ന. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിങ് മോഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്നും ആക്ട് ചെയ്യില്ല, സ്റ്റില്ലായിരിക്കും, വേറെ ഒന്നും വേണ്ട. ഫ്രീസ് ആ വാക്കി തന്നെ ഉണ്ട്. അവർ ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ അന്ധമായിട്ട് തീർക്കും. ഇത്രേ ഉള്ളൂ. താങ്ക് യു.